നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണക്കൊള്ള, ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ രാജിവെക്കണമെന്ന് കോൺഗ്രസ്. കോട്ടയത്ത് കളക്ടറേറ്റ് മാർച്ച്, പ്രവർത്തകർക്ക് നേരെ പോലീസിന്റെ ജലപീരങ്കി. പാമ്പാടിയിൽ കുട്ടികളെ കാറിന്റെ ബോണറ്റിൽ ഇരുത്തി പിതാവിന്റെ അപകടയാത്ര. പിതാവിനെതിരെ പാമ്പാടി പോലീസ് കേസെടുത്തു. അപകടയാത്ര ഇന്നലെ വൈകിട്ട്. റബ്ബർ കർഷകർക്ക് റബ്ബർ പുനർനടീലിനുള്ള ധനസഹായ പദ്ധതി. കേര പദ്ധതിയിലൂടെ ലഭിക്കുന്നത് 75,000 രൂപയുടെ സബ്സിഡി. ഭൂമി പരിധി കുറഞ്ഞത് 25 സെന്റ്. ചിറക്കടവ് ദേശത്തിന് ഇനി ഭക്തിയുടെ നാളുകൾ. ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന് ഈ മാസം 31-ന് കൊടിയേറും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്ന ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയിൽ CPM-ന്റെ പങ്ക് വെളിച്ചത്ത് കൊണ്ടുവരണമെന്നും യഥാർത്ഥ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യണമെന്നും കൊള്ളയ്ക്ക് കൂട്ടുനിന്ന ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് കേരള പ്രദേശ് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ കോട്ടയത്ത് ധർണ നടത്തി. കളക്ടറേറ്റിന് മുന്നിലായിരുന്നു ധർണ. ധർണയ്ക്ക് മുന്നോടിയായി മനോരമ ജംഗ്ഷനിൽ നിന്നും പ്രകടനം ആരംഭിച്ചു. പ്രകടനം കളക്ടറേറ്റിന് മുന്നിലെത്തിയപ്പോൾ സ്ത്രീകൾ അടക്കമുള്ള പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കേരള പ്രദേശ് കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കളായ കുര്യൻ ജോയ്, ഫിലിപ്പ് എം ജോസഫ്, PM സലീം, ഫിൽസൺ മാത്യു, ജോഷി ഫിലിപ്പ്, MP സന്തോഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. സ്ത്രീകൾ അടക്കമുള്ള പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചത് ജനാധിപത്യ വിരുദ്ധമാണെന്നും പ്രതിഷേധിക്കാനുള്ള പ്രവർത്തന സ്വാതന്ത്ര്യം ഇല്ലാതായിരിക്കുകയാണെന്നും DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് പറഞ്ഞു. ആയിരക്കണക്കിന് സഹപ്രവർത്തകന്മാർ, സഹോദരിമാർ ഉൾപ്പെടെ, ചെറുപ്പക്കാർ ഉൾപ്പെടെ യാതൊരു പ്രകോപനവുമില്ലാതെ തങ്ങളുടെ പ്രതിഷേധം അത് മുദ്രാവാക്യത്തിൽ മാത്രം ഒതുക്കി നിർത്തിക്കൊണ്ട് മനോരമ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പരിപാടിയാണ് കോട്ടയം കളക്ടറേറ്റിലേക്ക് എത്തിച്ചേർന്നപ്പോൾ ഇവിടെ നടന്ന സംഭവങ്ങൾ നിങ്ങളെല്ലാം കണ്ടവരാണ്. യാതൊരു പ്രകോപനവുമില്ല. ഒരു സമരം എന്ന് പറയുമ്പോൾ മുദ്രാവാക്യം വിളിക്കുന്നതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെ മുദ്രാവാക്യം വിളിക്കാൻ പോലും അനുവദിക്കാത്ത നിലയിലേക്ക് പ്രതിഷേധ സ്വാതന്ത്ര്യം ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് കേരളം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാമ്പാടിയിൽ കുട്ടികളെ കാറിന്റെ ബോണറ്റിൽ ഇരുത്തി സാഹസിക യാത്ര നടത്തിയ സംഭവത്തിൽ പിതാവിനെതിരെ പോലീസ് കേസെടുത്തു. തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. സ്കൂൾ വിട്ടുവന്ന കുട്ടികളെ സ്കൂൾ യൂണിഫോമിൽ തന്നെ വണ്ടിയുടെ ബോണറ്റിൽ കയറ്റിയിരുത്തി യാത്ര ചെയ്യുകയായിരുന്നു. പാമ്പാടിയിൽ കുട്ടികളെ കാറിന്റെ ബോണറ്റിൽ വെച്ച് സാഹസിക യാത്ര നടത്തിയ കേസിൽ വാഹനം പോലീസ് പിടികൂടി. പാമ്പാടി പോലീസാണ് നടപടി സ്വീകരിച്ചത്. പാമ്പാടി വട്ടുകുളം സ്വദേശി ജ്യോതിഷ് കുമാർ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ളതാണ് വാഹനം. ഇയാൾ തന്നെയാണ് കാർ ഓടിച്ചിരുന്നതെന്നും ഇയാൾക്കെതിരെയും കേസെടുത്തതായും പോലീസ് അറിയിച്ചു. പാമ്പാടി വട്ടുകുളം ആലപ്പാട്ടുപടി റോഡിൽ ഇന്നലെ വൈകുന്നേരമായിരുന്നു സംഭവം. 2 കുട്ടികളെ ബോണറ്റിൽ വെച്ച് യാത്ര ചെയ്യുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. റെനോ കാറിന്റെ ബോണറ്റിൽ 2 കുട്ടികളെ ഇരുത്തി ഓടിച്ചു പോകുന്ന ദൃശ്യങ്ങളാണ് ഉള്ളത്. വാഹനം വളവ് തിരിഞ്ഞ് കടന്നു പോകുന്നതും എതിർദിശയിൽ നിന്ന് വാഹനങ്ങൾ വരുന്നതിന്റെയും ദൃശ്യങ്ങളുണ്ട്. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. റബ്ബർ കർഷകർക്ക് റബ്ബർ പുനർനടീലിനുള്ള ധനസഹായ പദ്ധതി. റബ്ബർ കൃഷിക്കായി കുറഞ്ഞത് 25 സെന്റ് സ്ഥലം ഉള്ളവർക്ക് കേര പദ്ധതിയിലൂടെ ധനസഹായത്തിന് അപേക്ഷിക്കാം. റബ്ബർ കർഷകർക്കായി റബ്ബർ പുനർനടീലിനുള്ള ധനസഹായം നൽകുന്നു. ലോകബാങ്കിന്റെ സഹകരണത്തോടെ സംസ്ഥാന കാർഷിക കർഷകക്ഷേമ വകുപ്പും വ്യവസായ വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന കേര പദ്ധതിയിലൂടെയാണ് റബ്ബർ കർഷകർക്ക് ധനസഹായം നൽകുന്നത്. റബ്ബർ കൃഷിക്കായി കുറഞ്ഞത് 25 സെന്റ് സ്ഥലം ഉണ്ടായിരിക്കണം. ആകെ 5 ഹെക്ടർ വരെയുള്ള റബ്ബർ ഭൂമിയുള്ള കർഷകർക്ക് അപേക്ഷിക്കാം. 2 ഹെക്ടർ വരെ ഭൂമിയുള്ളവർക്ക് ധനസഹായം ലഭിക്കും. അപേക്ഷിക്കുന്ന ഭൂമി സ്വകാര്യ ഉടമസ്ഥതയിലുള്ളതായിരിക്കണമെന്നും നിബന്ധനയുണ്ട്. അപേക്ഷകർ റബ്ബർ ബോർഡ് നൽകുന്ന പരിശീലനത്തിൽ നിർബന്ധമായും പങ്കെടുക്കണം. പാടശേഖരങ്ങൾ ധനസഹായത്തിന് അർഹതയുള്ളതല്ല. റബ്ബർ ബോർഡ് നിർദ്ദേശിച്ചിട്ടുള്ള RRII 105, RRII 417, RRII 430, RRII 414, PB 260 എന്നീ തൈകൾ റബ്ബർ ബോർഡ് സർട്ടിഫൈഡ് നഴ്സറികളിൽ നിന്നും വാങ്ങണമെന്നും നിബന്ധനയിൽ പറയുന്നു. ഹെക്ടറിന് 75,000 രൂപ ധനസഹായം ലഭിക്കും. ഇതിൽ ആദ്യ ഗഡുവായി ഹെക്ടറിന് 55,000 രൂപയും രണ്ടാം ഗഡുവായി ഹെക്ടറിന് 20,000 രൂപയുമാണ് ധനസഹായം ലഭിക്കുന്നത്. ആധാർ കാർഡ്, സ്പോട്ടിന്റെ സ്കെച്ച്, റബ്ബർ തൈ വാങ്ങിയ ബില്ല്, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ്, ഭൂമിയുടെ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് എന്നിവ ഉൾപ്പെടെ അപേക്ഷിക്കണം. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ഈ മാസം 31-ന് കൊടിയേറും. വൈകുന്നേരം 6 മണിക്ക് കൊടിക്കൂറ കൊടിക്കയർ സമർപ്പണം നടക്കും. ദീപാരാധനയ്ക്ക് ശേഷം
ക്ഷേത്രം തന്ത്രി കണ്ഠരര് മോഹനരര് കൊടിയേറ്റി. ചിറക്കടവ് ദേശത്തിന് ഇനി ഉത്സവ നാളുകൾ. ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ഈ മാസം 31-ന് കൊടിയേറും. വൈകുന്നേരം 6 മണിക്ക് ചിറ്റടി കുടുംബത്തിൽ നിന്നും കൊണ്ടുവരുന്ന കൊടിക്കൂറയും കൊടിക്കയറും സമർപ്പിക്കും. തുടർന്ന് 6:30-ക്ക് ദീപാരാധനയ്ക്ക് ശേഷം താഴ്മൺ മഠം കണ്ഠരര് മോഹനരര് കൊടിയേറ്റും. 2ാം ഉത്സവ ദിനമായ ഫെബ്രുവരി 1 മുതൽ 8ാം ഉത്സവ ദിനമായ ഫെബ്രുവരി 7 വരെ പകൽ 10 മണി മുതൽ ഉത്സവബലിയും 12:30 മുതൽ ഉത്സവബലി ദർശനവും നടക്കും. 8ാം ഉത്സവ ദിനമായ ഫെബ്രുവരി 7-ാം തീയതി രാത്രി 10 മണിക്കാണ് ഋഷഭവാഹനം എഴുന്നള്ളിപ്പ്. പള്ളിവേട്ട ദിനമായ ഫെബ്രുവരി 8-ാം തീയതി ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ ശ്രീബലി ചടങ്ങ് നടക്കും. അന്നേ ദിവസം വൈകിട്ട് 4 മണി മുതൽ കാഴ്ച ശ്രീബലി അരങ്ങേറും. നാഗസ്വരം, പഞ്ചവാദ്യം, മേജർ സെറ്റ്, പഞ്ചാരിമേളം എന്നിവ അകമ്പടിയാകും. രാത്രി 1 മണിക്കാണ് പള്ളിവേട്ട. തിരുവാറാട്ട് ദിനമായ ഫെബ്രുവരി 9-ാം തീയതി രാത്രി 7 മണിക്ക് ഭഗവാന്റെ തിരുവാറാട്ടും നടക്കും. പിറ്റേന്ന് പുലർച്ചെ 5 മണിക്ക് കൊടിയിറങ്ങും. തിരുവുത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് വിഷ്ണു എസ് നായർ പറഞ്ഞു. ഈ വർഷവും തിരുവുത്സവ കമ്മിറ്റിയും സേവാ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ വളരെ വിപുലമായ ആഘോഷ പരിപാടികളും ഭക്തജനങ്ങളെ ഇവിടെ എത്തുന്ന മുഴുവൻ ഭക്തജനങ്ങളെ സ്വീകരിക്കുവാൻ വേണ്ട ഉചിതമായ നടപടികളും കൈക്കൊണ്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വിശാലമായ രീതിയിലുള്ള വർണ്ണാഭമായ കാഴ്ചകൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് അലങ്കാരങ്ങൾ, പെയിൻറ്റിങ്, അമ്പലത്തിലെ ബാക്കി ശുചീകരണ പ്രവർത്തനങ്ങൾ ഇവയെല്ലാം വളരെ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മുടെ ഭഗവാന്റെ ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വരുന്ന മുഴുവൻ ആളുകൾക്കും വാഹന പാർക്കിങ്, അതിനുവേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായിട്ട് നമ്മുടെ അടുത്തുള്ള സ്കൂളുകളും മറ്റ് പാർക്കിങ്ങിന് ആവശ്യമായ ഗ്രൗണ്ടുകളും ഒക്കെ അന്വേഷിച്ച് കണ്ടെത്തി അതിനുവേണ്ട നടപടികൾ കൈക്കൊള്ളുന്നുണ്ട്. അതുപോലെ തിരക്ക് ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം കൂടുതലായിട്ട് ആളുകളെ കൊണ്ട് വടക്കേ ഭാഗത്തൂടെയും തിരിച്ച് പോകുവാനുള്ളൊരു സംവിധാനം ഒരുക്കുന്നതിൻ്റെ ഭാഗം ആലോചിക്കുന്നുണ്ട്. അങ്ങനെ തിരുവുത്സവത്തിന് എത്തിച്ചേരുന്ന മുഴുവൻ ആളുകൾക്കും വളരെ നല്ല രീതിയിൽ തന്നെ ഈ 10 ദിവസത്തെ ഉത്സവം ഇവിടെ കൂടുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവുത്സവത്തോടനുബന്ധിച്ച് വിപുലങ്ങളായ കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. വിവിധ ദിവസങ്ങളിൽ നൃത്തസന്ധ്യ, കരോക്കെ ഗാനമേള, കഥകളി, നൃത്തശില്പം എന്നിവ നടക്കും. ഫെബ്രുവരി 6-ാം തീയതി രാത്രി 8:30-ക്ക് രാജേഷ് ചേർത്തല അവതരിപ്പിക്കുന്ന ബാൻസുരി ഓടക്കുഴൽ ഫ്യൂഷനും 7-ാം തീയതി രാത്രി 8:30-ക്ക് സിനിമാ താരം നവ്യ നായരുടെ നവ്യം നാട്യം നടനം നൃത്തസന്ധ്യയും ഫെബ്രുവരി 8-ന് പള്ളിവേട്ട ദിവസം രാത്രി 8:30-ക്ക് റിമി ടോമി നയിക്കുന്ന ഗാനമേളയും അരങ്ങേറും. സമാപന ദിവസമായ ഫെബ്രുവരി 9-ാം തീയതി രാത്രി 10 മണിക്ക് ബാംഗ്ലൂർ TS പട്ടാഭിരാമ പണ്ഡിറ്റിന്റെ സംഗീത സദസ്സും അരങ്ങേറും. ഉപദേശക സമിതി സെക്രട്ടറി അർജുൻ VR, പ്രഫുൽ പ്രസാദ് എന്നിവരും പരിപാടികൾ വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പാമ്പാടി ഇല്ലിവളവിൽ ബസും കാറും കൂട്ടിയിടിച്ച് അപകടമുണ്ടായി. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. ഗ്രാമറ്റം സ്വദേശിയുടെ കാറും സ്വകാര്യ ബസുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ആർക്കും പരിക്കില്ല. കോട്ടയത്തു നിന്നും പൊൻകുന്നം ഭാഗത്തേക്ക് പോകുകയായിരുന്ന ബസ് കോട്ടയം ഭാഗത്തേക്ക് പോയ കാറിൽ ഇടിക്കുകയായിരുന്നു. പൊൻകുന്നം പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായിരുന്ന സജുമോൻ NKയ്ക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. അർബുദ ബാധിതനായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ ഉച്ചയോടെയാണ് സജുമോൻ മരണപ്പെട്ടത്. പൊൻകുന്നം പോലീസ് സ്റ്റേഷനിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ കാഞ്ഞിരപ്പള്ളി DYSP ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. സംസ്കാരം ചിറ്റടിയിലെ വീട്ടുവളപ്പിൽ നടന്നു. ബാങ്ക് ജീവനക്കാരുടെ സംയുക്ത സംഘടനയായ UFBUവിന്റെ നേതൃത്വത്തിൽ ബാങ്ക് ജീവനക്കാർ പണിമുടക്കി. ബാങ്കുകളുടെ പ്രവൃത്തി ദിവസം ആഴ്ചയിൽ 5 ദിവസം ആക്കണമെന്ന ശുപാർശ കേന്ദ്ര സർക്കാർ നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു കോട്ടയത്ത് സമരം. ബാങ്ക് ജീവനക്കാരുടെ സംയുക്ത സംഘടനയായ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയന്റെ നേതൃത്വത്തിൽ പണിമുടക്ക് നടത്തി. ബാങ്കുകളുടെ പ്രവൃത്തി ദിവസം ആഴ്ചയിൽ 5 ദിവസമാക്കണമെന്ന ശുപാർശ 2 വർഷമായിട്ടും കേന്ദ്ര സർക്കാർ നടപ്പാക്കാത്തതിന് എതിരെയായിരുന്നു സമരം. ചീഫ് ലേബർ കമ്മീഷണറുടെ മധ്യസ്ഥതയിൽ നടന്ന അനുരഞ്ജന ചർച്ചയും പരാജയപ്പെട്ടതോടെയാണ് പണിമുടക്കുമായി സംഘടന മുന്നോട്ടു പോകുന്നത്. കോട്ടയത്ത് നടന്ന സമരം AITUC ജില്ലാ സെക്രട്ടറി ജോൺ V ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ജീവനക്കാരോട് സ്വാഭാവികമായി അവർക്ക് ലഭിക്കേണ്ട നീതി നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ നയിക്കുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആവട്ടെ, രാജ്യത്തിന്റെ പൊതുമേഖലാ സംവിധാനങ്ങളിൽ പ്രവർത്തിക്കുന്ന സാമ്പത്തിക സ്ഥാപനങ്ങളായ ഇൻഷുറൻസ് മേഖല ഉൾപ്പെടെ ഫ്രൈഡേ സംവിധാനം നിലനിൽക്കുമ്പോൾ സമാനമായ രൂപത്തിൽ ജോലി നിർവഹിക്കുന്ന ബാങ്കിംഗ് മേഖലയിലെ ജീവനക്കാർക്ക് ആ അവകാശം നിഷേധിക്കുന്നത് സ്വാഭാവിക നീതിയുടെ നിഷേധം കൂടിയാണ്. ജില്ലാ പ്രസിഡന്റ് ഫിലിപ്പ് ജോസഫ്, CITU ഏരിയ സെക്രട്ടറി സുനിൽ തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു.
ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ രൂപത കുടുംബ കൂട്ടായ്മ വാർഷിക സമ്മേളനം ലാലം സെന്റ് മേരീസ് പള്ളി ഹാളിൽ നടന്നു. ബൈബിൾ പ്രതിഷ്ഠയോടെ ആരംഭിച്ച സമ്മേളനം രൂപതാധ്യക്ഷന്മാർ ജോസഫ് സ്രാമ്പിക്കലും മുൻ രൂപതാധ്യക്ഷന്മാർ ജോസഫ് കല്ലറങ്ങാട്ടും ചേർന്ന് നിർവഹിച്ചു. ABCD വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ ഇടവക കുടുംബ കൂട്ടായ്മകൾക്കുള്ള ട്രോഫികളുടെ വിതരണവും സമ്പൂർണ്ണ ബൈബിൾ എഴുതിയവരെ ആദരിക്കലും നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശബരിമല സ്വർണ്ണക്കൊള്ള ദേവസ്വം മന്ത്രി VN വാസവൻ രാജിവെക്കണമെന്ന് കോൺഗ്രസ്. കോട്ടയത്ത് കളക്ടറേറ്റ് മാർച്ച്, പ്രവർത്തകർക്ക് നേരെ പോലീസിന്റെ ജലപീരങ്കി. പാമ്പാടിയിൽ കുട്ടികളെ കാറിന്റെ ബോണറ്റിൽ ഇരുത്തി പിതാവിന്റെ അപകടയാത്ര. പിതാവിനെതിരെ പാമ്പാടി പോലീസ് കേസെടുത്തു. അപകടയാത്ര ഇന്നലെ വൈകിട്ട്. റബ്ബർ കർഷകർക്ക് റബ്ബർ പുനർനടീലിനുള്ള ധനസഹായ പദ്ധതി. കേര പദ്ധതിയിലൂടെ ലഭിക്കുന്നത് 75,000 രൂപയുടെ സബ്സിഡി. ഭൂമി പരിധി കുറഞ്ഞത് 25 സെന്റ്. ചിറക്കടവ് ദേശത്തിന് ഇനി ഭക്തിയുടെ നാളുകൾ. ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന് ഈ മാസം 31-ന് കൊടിയേറും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.